بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രണയം അള്ളാഹുവിൻ്റെ ഹബീബിനോട്, പ്രണയം മദീനയോട് എന്ന വിഷയത്തെ സംബന്ധിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ എല്ലാം ഇരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. നമ്മൾ ഓരോരുത്തരും പടക്കപ്പെടാൻ കാരണക്കാരനായിരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനിക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ലെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സ്നേഹിക്കേണ്ടത് മദീനയെയാണ്. നമ്മുടെ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന. പാമ്പതിൻ്റെ മാളത്തിലേക്ക് മടങ്ങാൻ വെമ്പല് കൊള്ളുന്നത് പോലെ ഒരു വിശ്വാസിയുടെ വിശ്വാസം, ഒരു വിശ്വാസിയുടെ ഹൃദയം മടങ്ങാൻ വെമ്പൽ കൊള്ളുന്നത് മദീനയിലേക്കാണ്. ഒരു പാമ്പ് അതിൻ്റെ മാളത്തിൽ നിന്നിറങ്ങി അതിന് ഇരപിടിക്കണം, അതിൻ്റെ ആവശ്യം നിർവഹിക്കണം. ആ ആവശ്യം കഴിഞ്ഞിട്ട് ആ പാമ്പ് എത്രയും വേഗം ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്കെൻ്റെ മാളത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരു പാമ്പ് എത്രത്തോളം അതിയായി ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഒരു വിശ്വാസിയുടെ മനസ്സ് മദീനയിൽ എത്തിച്ചേരാൻ കൊതിക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് പറയുന്നത് അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന. വിശ്വാസിയുടെ ഹൃദയം മടങ്ങുന്നത് മദീനയിലേക്കാണ്. മദീനയിലൊരു രാജകുമാരനുണ്ട്. ആരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായിട്ടുള്ള, എന്നെയും നിങ്ങളെയും പടക്കാൻ കാരണക്കാരനായിട്ടുള്ള, സർവ്വ റഹ്മത്തിൻ്റെയും കാരണക്കാരായിട്ടുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള ഒരു നേതാവ് മദീനയിൽ വിശ്രമിക്കുമ്പോൾ നമ്മൾ വേറെ ആരെ സ്നേഹിക്കുവാനാണ്? പ്രിയമുള്ളവരെ, നമ്മളേതു നാട്ടുകാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെച്ച ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ നാട്ടുകാരാണ് നാം. എങ്ങനെയാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വയ്ക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, ഒരുപാട് സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ, പലർക്കും മദീനയിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മദീനയിലെത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മദീന എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. വിശ്വാസിക്ക് വല്ലാത്തൊരാനന്ദമാണ്. മദീന ആദ്യമായി കണ്ണിലുടക്കുമ്പോൾ വല്ലാത്തൊരാവേശമാണ്. പക്ഷേ രണ്ടാമതൊന്ന് കാണുമ്പോൾ, മൂന്നാമതൊന്ന് കാണുമ്പോൾ ആദ്യം കണ്ട ആവേശമില്ല. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പക്ഷേ മദീനയിൽ ചെന്നിട്ട്, ബഹുമാനപ്പെട്ടവർ മദീനയിൽ ചെന്ന് തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് അവിടത്തേക്ക് പച്ച കുബ്ബ കണ്ട് മതിയാകുന്നില്ല. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്, നബിയേ, ഞാൻ എൻ്റെ നാട്ടിൽ നിന്നിങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഈ പച്ച കുബ്ബ കണ്ടാൽ പോര നബിയേ, എനിക്ക് ഹുജറത്തു ഷരീഫയിൽ വരണം, എനിക്കവിടുത്തെ കാണണമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ബൈത്ത് ചൊല്ലുമ്പോൾ റൗള ഷരീഫിൻ്റെ കവാടങ്ങൾ അവിടുത്തെ മുൻപിലേക്ക് തുറന്നു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഉമറുൽ ഖാദി തങ്ങളുടെ നാട്ടുകാർ, അങ്ങനെയുള്ള ഉമറുൽ ഖാദിയുടെ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ, പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളായിരിക്കണം നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്മുടെ മുഴുവൻ ചോയ്സും ഹബീബായ തങ്ങളാവണം. പ്രിയമുള്ളവരെ, തങ്ങളെ സ്നേഹിച്ചവർക്ക് കിട്ടിയതെന്തൊക്കെയാണ്?
ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹാ, മക്കയിലെ കുലീനയായ സമ്പന്നയായ വനിത, അവരെ വിവാഹം കഴിക്കണമെന്ന് മക്കയിലെ പ്രമാണിമാർ ആഗ്രഹിച്ചപ്പോ അവരെയൊന്നും വിവാഹം കഴിക്കാതെ അൽ അമീനായ മുത്തുനബിയെ തിരഞ്ഞെടുത്തു ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹാ. അവര് വിവാഹം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ മക്കയിലെ പൗരപ്രമുഖര് ഖദീജയുമ്മയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവര് അവര് പറഞ്ഞു പരത്തി. എന്താണ് അവര് പറഞ്ഞത്? ആ ഖദീജയുടെ കാര്യം എന്താണ്? അവരതാ മുഹമ്മദിനെ കല്യാണം കഴിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കായ്ക്ക് വകയില്ലാതെ, നയാ പൈസ ഇല്ലാതെ, സമ്പത്തൊട്ടും ഇല്ലാത്ത, കുലീനമായെന്ന് പറയാനൊന്നുമില്ലാത്ത അങ്ങനെയുള്ളൊരു മുഹമ്മദിനെ, സമ്പത്തില്ലാത്ത മുഹമ്മദിനെ അവർ കല്യാണം കഴിച്ചിരിക്കുന്നുവെന്ന് പ്രമാണിമാർ പറയാൻ തുടങ്ങിയപ്പോൾ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹാ അവരൊരു സൽക്കാരം വിളിക്കുകയാണ്. മക്കയിലെ പൗരപ്രമുഖരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഖദീജ ഉമ്മ പറയുകയാണ്, നല്ലൊരു സൽക്കാരം കൊടുക്കുകയാണ്. എന്നിട്ട് ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖദീജ ഉമ്മ പറയുകയാണ്, ഖദീജ ബീവി മക്കക്കാരോട്, പൗരപ്രമുഖരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനിക്ക് അൽ അമീനായ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സമ്പത്തില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അതാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ, ഞാനിതാ എൻ്റെ സമ്പത്ത് മുഴുവനും ഇന്നു മുതൽ അവിടുത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ഫഖീറാണ്. എൻ്റെ ഭർത്താവ് അൽ അമീൻ ഇക്കാടുന്ന സമ്പാദ്യത്തിൻ്റെ മുഴുവനും ഉടമയാണ്. പ്രിയപ്പെട്ടവരെ, ഖദീജ ഉമ്മയുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് അവരെത്രയും വലിയ ദറജയിലേക്ക് എത്തിയത്. പ്രിയമുള്ളവർ, ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ ഉറങ്ങുമ്പോൾ, രാത്രിയിൽ തങ്ങൾ വിശ്രമിക്കുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. തങ്ങളേത് സമയത്താണോ ഉണരുന്നത് അന്നേരം തങ്ങൾക്ക് നിസ്കരിക്കണം, നിസ്കരിക്കാൻ വുളൂ ചെയ്യണം, അതിനു വെള്ളം വേണം. തങ്ങൾ ഒരിക്കലും വെള്ളം തേടി അലയരുത്. ആ വാതിലിന് പുറത്ത് കാവലിരിക്കുകയാണ്. ഏത് സമയത്താണ് തങ്ങൾ വരുന്നത് അന്നേരം വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, രാവിലെ സുബഹിയോടടുത്ത സമയത്ത്, നല്ല തണുപ്പുള്ള രാത്രിയാണ്, സുബഹിയോടടുത്ത നേരം തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ വാതിലിലതാ നിൽക്കുന്നു റബീഅ റളിയല്ലാഹു അൻഹു. തങ്ങളുടെ ഖൽബ് കുളിർത്തുപോയി. വെള്ളവുമായി നിൽക്കുന്ന അനുചരനെ കണ്ടപ്പോൾ തങ്ങൾക്ക് വല്ലാത്ത ആനന്ദം വന്നുപോയി. നിറഞ്ഞ ഖൽബോടെ തങ്ങൾ ചോദിക്കുകയാണ്, സല്യാ റബീഅ, ചോദിക്കൂ റബീഅ, എന്താണ് വേണ്ടത് റബീഅ? അന്നേരം റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളുടെ സമീപത്തിൽ സ്വർഗ്ഗത്തിൽ ഒരിടം വേണം നബിയേ. പ്രിയമുള്ളവരെ, കൊടുത്തു തങ്ങൾ. റബീഅ റളിയല്ലാഹു അൻഹുവിന് ആ വാഗ്ദാനം തങ്ങൾ നൽകുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ തങ്ങളോടുള്ള മഹബത്ത് നിറഞ്ഞു നിൽക്കണം. നമുക്ക് വേണ്ടതെല്ലാം മുത്തുനബി നൽകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ ഇഷ്ടക്കാരിൽ, അവിടുത്തെ ഇഖ്വാനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടുകൂടി വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.